ഹായ്, എവിടെ പോണേ? ഇന്ന് ഞാൻ സിന്ധിച്ച അടുക്കളയില് അമ്മ എങ്ങോട്ടോ പോയിട്ടോ. അമ്മ നല്ല തിരക്കുണ്ട്, എന്താണെന്നറിയില്ല. ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. വന്നു രാവിലെ വന്നത്. കുട്ടികൾ ഇന്നലെ വന്നിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യേച്ചിൻ്റെ മകളും വരുവനും മക്കളും എല്ലാവരും വരും കുറച്ച് കഴിയുമ്പോഴേക്ക്. കുറച്ച് കഴിയുമ്പോൾ സമയം 11 അവനായേ. ഞങ്ങൾ ഒക്കെ ഇങ്ങനെ ആക്കുകയാണ്. അടുക്കളയിൽ കണ്ട ഇതൊക്കെ കൂടെ തിരക്കാണേ. അപ്പൊ ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണേ ഞങ്ങള്. അമ്മ ഇവിടെ നിന്നേന്നു മിസ്സിങ്ങാണ്, എവിടെയാണ് അറിയില്ല. എല്ലാവർക്കും നല്ല തിരക്കുണ്ട്. എന്തൊക്കെ പരിപാടി? തുമ്മലൊക്കെ തുടങ്ങിണ്ട്. അപ്പൂന്റെ പടക്കമൊക്കെ തീർന്നേ. അപ്പൊ അതിന്റെ ടെൻഷനിലാണ്. കുറച്ചുകൂടി പടക്കം കിട്ടിയ പൊട്ടിക്കായിരുന്നു. പക്ഷെ ഒരു തുമ്മൽ അലർജിന്റെ ഇത് വന്നിട്ടുണ്ട്. ഇത്രയും പൊട്ടിച്ചതല്ലേ. പിന്നെ എന്താ പറയാ തന്നെ കാണിക്കാനാണ് കുറെ കാര്യങ്ങൾ. അമ്മ അമ്മക്ക് ഇപ്പൊ നിന്നേനെ തിരിഞ്ഞറിയില്ല. നമ്മൾ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ ബിരിയാണി എന്നും ഒരേപോലെയല്ല, എന്തേലൊക്കെ മാറ്റാക്കി ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. സന്ധ്യേച്ചി ബിരിയാണി ഒക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ സന്ധ്യേച്ചിനെ ബിരിയാണി വിഷുപൊടി പുറത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല കേട്ടോ. അവർക്ക് പെട്ട് വരിക. ഇതുവരെ എന്റെ മാക്സി ഇട്ടാ നിൽക്കണേ. ഇങ്ങനത്തെ മാക്സി അങ്ങോട്ട് എപ്പോഴും ആർക്കും ഇടാ. വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അത് ഞാൻ തയ്ച്ചിട്ടതാണ്. നല്ല കോട്ടണേ, നല്ല സുഖമാണ് കേട്ടോ. ഇപ്പൊ അതായത് പീസ് തന്നെ ഉള്ളതാണ്. കോട്ടനുണ്ടേ, നല്ല സുഖം ഇടാന്. ഷാളും ഉണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ കുഞ്ഞോള് ആ പോകണം. ചിക്കൻ, കുരുമുളക്, മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ഉപ്പുപൊടി കുറച്ച് തൈര് ചേർത്തിട്ട് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. തൈരും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്, പിന്നെ കുരുമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രം അരച്ചത് വെച്ച് തേച്ചിട്ട് പാലടിയിൽ കുത്തിവെപ്പാണ്. ഭയങ്കര കരച്ചില് കുട്ടികളെ. അപ്പൂസിന് പണിയാണ് കേട്ടോ. എല്ലാവർക്കും പണിയാണ്. അപ്പോൾ ഉള്ളി വാട്ടുകയാണ് എല്ലാവർക്കും ജോലി. ഇത് അങ്ങോട്ട് പെട്ടെന്ന് തീരെ തോന്നുന്നുണ്ട്. അമ്മലത്തെ പായസം ഇന്നലെ സിന്ധിച്ച് കൊടുത്തായിരുന്നു വെള്ള പായസം. അയ്യോ ഈ പാപം സന്ധ്യ എപ്പോഴായിരുന്നമ്മ? വിളിച്ചു. പക്ഷെ കട്ടാക്കി. നമ്മള് ബിരിയാണിന്റെ മസാല കാണാൻ രസമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓരോ വർത്താനത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതൊക്കെ കാട്ടിയത് മറന്നു കാണിക്കാനേ. വർത്താനം എല്ലാരും ഉണ്ടാവുമ്പോഴല്ലേ വർത്താനം പറയാൻ പറ്റുള്ളൂ. സന്ധിച്ചിട്ട് വരണ്ടാലും വില ഒരനങ്ങുള്ളൂ. വർത്താനത്തിന് സ്ട്രോങ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞടിക്കുള്ള നമ്മളെ ചിക്കനാണ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാലേ ചിക്കൻ ഇട്ടിട്ടല്ല കേട്ടോ ഞങ്ങൾ ബിരിയാണി വെക്കണത്. അപ്പം എങ്ങനെയാവും ഈ ചിക്കൻ്റെ വെള്ളം മാത്രം അതിനെ പറയണേക്ക് ഇത് കൊണ്ടിട്ടില്ല. കൊണ്ടുവരാൻ ഇപ്പം കഴുകി കിട്ടണം. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ ഇരിക്കും എന്തായാലും വേറെല്ലേ വെക്കണേ. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ചിക്കൻ വേറെയാണ് കേട്ടോ. അതിൻ്റെ സോക്ക് ഇത് തിളച്ചൊന്ന് ആവൂലേ ഒരു പകുതി വേവുമ്പോൾ അതിന്റെ ആ നീര് കുറച്ച് തിരക്കുണ്ടെന്നേ. അതാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ ഇതിലേക്ക് ആക്കി വേവിക്കട്ടെ കേട്ടോ. കുറേ എങ്ങനെയുണ്ടത് ചട്ടണി?
പൊട്ടുകടല ചട്ടണി കൂട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ ചട്നി പൊട്ടടി പൊട്ടുകടല ചട്നി പൊട്ടുകടല ഇട്ട് കൊടുക്കുക ചട്നിയില് നിങ്ങളിപ്പോഴാണ് മിച്ചണ്ടായി യൂസ് ആക്കാൻ എൻ്റെ നാട്ടിൽ നിന്നാണ് കൂട്ടി പോകുന്നത് നല്ല രസമുണ്ട് അങ്ങനെയല്ലടാ മുട്ടപ്പഴം മുറിക്കുക കണ്ടോ ഓനറിയില്ലേന്നു നാട്ടിൽ ഇങ്ങനെ മുറിക്കുന്നത് തറവാട്ടിന്ന് ഒരു മുട്ടേന്റെ ഉണ്ണിയില്ലേ നടുത്തെ അതിന്റെ ഒരു ഇതാണ് ഉണ്ടാവുക തറവാട്ടിന്ന് കുട്ടിമ്മ തന്നതാണ് ടേസ്റ്റ് ചെയ്തൊക്കെ മധുരം ഉണ്ടാവുന്നു ആ ഒരു പൊടിയുടെ സാധനമാണ് അമ്മ തിന്ന ശീലത്തുണ്ടോ സന്ദേശം മറ്റേ വെയിറ്റ് ചെയ്യാം നമ്മള് അരിയൊക്കെ ബിരിയാണിന്റെ ചോറൊക്കെ ഇതാ ഏകദേശമൊക്കെ വെന്ത് ഒരു 3/4 ഭാഗം വേവായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിക്ക് ചിക്കൻ ഇട്ടിട്ടല്ല വെക്കണേന്ന് നിൽക്കട്ടെ പുളക്കല്ലേ നമ്മളെപ്പോഴും ബിരിയാണി വയ്ക്കുമ്പോൾ അടിയിൽ ചിക്കൻ അതിൻ്റെ മുകളിൽ ചോറ് ഇടുകയല്ലേ പക്ഷെ നമ്മൾ ചോറ് ഇങ്ങനെ വറ്റിച്ചു ഉള്ള മരുന്ന് അതായത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ തിളച്ചിട്ട് അതിൻ്റെ മേലെ ഇറച്ചിയല്ലേ ഉണ്ടായിരുന്നേ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഇതിന് വെള്ളം കുറച്ച് സ്റ്റോക്ക് അപ്പോൾ ഇതെന്താണെന്നറിയോ ഇങ്ങനെ ചിക്കൻ അതിക്ക് ഇടണ്ട പറഞ്ഞു സന്തോഷേട്ടനെ വേറെ വെക്കണം നെയ്ച്ചോർക്ക് ഇങ്ങനെ നെയ്ച്ചോറ് പോലെ തിന്നും വേണം എന്നാൽ നെയ്ച്ചോറ് ആവും ചെയ്യരുത് അപ്പോൾ ആകുമ്പോൾ ബിരിയാണീൻ്റെ ഒരു നല്ലൊരു ഇത് കിട്ടും കേട്ടോ ഇങ്ങനെ കാട്ടിയാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താണ് ഇനിയിപ്പോൾ ഇത് വേവാനായിട്ടുണ്ട് ഇപ്പോൾ ഒരു 3/4 വേവായിട്ട് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ തിന്നോക്കട്ടല്ലേ അപ്പോൾ ഞാനും കൂടി ഇത് കാണിച്ചത് ഒരിളക്കാനും എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഒരു സുഖമല്ല തുമ്മലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാ പണിക്കും കഴിഞ്ഞ് എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം അപ്പോൾ അതല്ല കേട്ടോ സിന്ധേച്ചി മാക്സിറ്റ് വരുന്നുണ്ടല്ലോ എല്ലാ പണിയും കൂടി എല്ലാവരും കൂടി എടുക്കുമ്പോൾ നല്ല അവിടെ ഒരു സന്തോഷമാണ് അല്ലേ നമ്മുടെ പണികളൊക്കെ എന്തായി പാകണ്ടോ ഞാൻ എന്താ പറയുക ചെയ്ത് കൊടുത്തതാ ചിലപ്പോ കറക്റ്റ് ആയിന്ന് വരില്ല ഉണ്ടോ ഐസ്ക്രീം തിന്നിട്ടുന്നല്ലേ എന്താ ഐസ്ക്രീമോ പൊന്നെ വരും എടുക്കാൻ അയക്കിയപ്പോ അതിന് ആരെന്തൊക്കെയാ വരുന്നത് ഇതിൽ ആരും ഇഷ്ടായത് എല്ലാരും നോക്കോ അങ്ങനെ സാധ്യല്ലേ എന്ത് നല്ല ഉടുപ്പില് ആ സ്വാതിനെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് സ്വാതി നമ്മളെ മറവിൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ മരം മുണ്ടിലാണല്ലോ ഇന്നലെ വീഡിയോ സെലക്ട് ആക്കി സിന്ധേച്ചിന്റെ നല്ല രസമുണ്ട് സിന്ധേച്ചിന്റെ നല്ല രസമുണ്ട് അതാ ഒറ്റ പീസ് തന്നെ ഉള്ളു ആ കളറേ മെറൂണ് ചുവപ്പൊക്കെ കുറെ ഉണ്ട് പച്ചയും രണ്ടെണ്ണുണ്ട് മെറൂണ് രണ്ടുണ്ട് രസമുണ്ട് എടുത്തോ പുള്ളിക്കുള്ളു വ്യത്യാസം അമ്മക്ക് വേണമെങ്കിൽ രസം എടുത്തോളേ അമ്മ ആ രസം എടുത്തോളെ വേണമെങ്കിൽ എടുത്തോളേ ശിജിക്കേണ്ട അമ്മക്ക് പറ്റിയ എല്ലാരും വിഷു കൊടുത്തു ഞങ്ങള് മാത്രം എടുത്തില്ലല്ലേ വെറുതെ അറിയാം ഞാനിപ്പോ ഇതാണ് ഭാഗം അപ്പൊ അതല്ല അതിന്റെ ഷോൾഡറിന്റെ ഇവിടെ കിട്ടി പാകാണ് ഇതിന് അതിന്റെ ഷോൾഡർ ഞങ്ങൾ ചോറിനാളെ തിരക്കായിട്ടോ സന്ധ്യച്ച് കൊടുന്നതാണ് കേട്ടത് എന്താ എന്താ കള്ളപ്പല്ലേ കള്ളപ്പം എന്താ പൊടിഞ്ഞ് എന്താ പൊടിഞ്ഞത് എന്താ അപ്പൊ പുതിയ മാക്സിൽ ഇതാക്കിയില്ല ഷേപ്പാക്കി കൊടുക്കണേ ചോറിന്റെ ആക്കാൻ വിചാരിച്ചിട്ടാണ് അത് ഞാൻ പാലപ്പാണ് ഇങ്ങനെ പാലപ്പാണ് ഉണ്ടാക്കിയത് നാളികേരം കൊള്ളും ഒരു നാളികേരം മരിച്ചൊരു നാഴി അരി നല്ല സോഫ്റ്റ് ഉള്ള എന്നിട്ട് കുറച്ച് ഈസ്റ്റ് കിട്ടി രാവിലേക്ക് ഇങ്ങനെ നല്ല പൊള്ളച്ചായിരുന്നു എന്നിട്ട് അത് ഇടിച്ചെമ്പില് ഒരു പാത്രത്തില് വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണയ്ക്ക് ഒഴിച്ചതാണ് അങ്ങനെ ആവിക്ക് അങ്ങനെ വേവിച്ചതാ കേട്ടോ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കില്ല ഇവിടെ എന്താ സംഭവം കേട്ടോ അല്ലെ മണക്കിടില്ല അപ്പൂസെ ഞാൻ അപ്പൂസ സെറ്റ് ചെയ്ത് ആക്കിയത് മാങ്ങ എന്താ അപ്പൊ ഇനി ഞങ്ങൾ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ അപ്പൊ വെന്തിട്ടൊക്കെ കുറച്ച് നേരമായി അടുപ്പത്തുനിന്നാണ് സാധാരണ കോരി തിന്നല് വേഗം കഴിക്കുന്നത് കുറച്ച് പുതിയ കൊടുന്ന് വെച്ചില്ലല്ലോ
കൊടുന്ന് വെച്ചില്ലല്ലോ. കൊട്ട തേങ്ങ കൊടുന്നത് എന്താ ചോറ് കളപ്പുണ്ട് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ സലാഡ് ചിന്തിച്ച് തൊള്ളാക്കിട നിൽക്കുന്നത്. അപ്പൊ ഞാൻ ക്യാമറ ധന്യ പാറ എവിടെ? സന്ധിരുന്നോ? ഞാൻ പെരിക്കില്ല എന്താ ടീച്ചറ് എന്താ പറഞ്ഞേ? എല്ലാവരും വരാൻ പറയും. എല്ലാരും അങ്ങോട്ട് കൊണ്ടുപോവാം. ആളിക്ക് കൊണ്ടുപോവാം. ഇവിടെ ഇരിക്കുന്നത് ഇവിടെ എല്ലാവരും പോലെ ഇവിടെ എല്ലാവരും പോലെ എല്ലാരും പോലെ അങ്ങോട്ട് ഇരിക്കാന്ന് വെച്ചു. ഞാൻ വേഗം ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും വേഗം ഫസ്റ്റ് നിന്നുണ്ടാവും. ഇല്ല ഷീജ എവിടെ? പുറത്താണോ ഇരിക്കണേ? അവിടെ എല്ലാവർക്കും ഒറ്റടിക്ക് ഇരിക്കുക, കൂടി തിന്നാം. അവിടെ ആകുമ്പോ 6 ആൾക്ക് ഒരാൾക്ക് ഇരിക്കാനും പറ്റുള്ളൂ. അപ്പൊ രസമല്ല, എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുള്ളല്ലേ. അപ്പൊ ഞങ്ങള് ചോറ് ഇപ്പൊ ഞങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് വളർത്തിയാൽ ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ പോലെ. ചമ്മന്തിപ്പൊടി കണ്ടോളിട്ടോ. ഇതിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ചമ്മന്തിപ്പൊടി. ഇത് കുറെ ചോദിച്ചതില്ലേ, അപ്പൊ ഇത് അമ്മ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. അമ്മ ഈ തിരക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ ഇത് എങ്ങനെയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്? അമ്മ പറഞ്ഞു. ഇത് നാളികേരം നന്നായി ചിരകുക, എന്നിട്ട് വറക്കണേല് മുളക്, ചെറിയ നമ്മൾ ഉണക്കമുളക്, കുരുമുളക്, ഉലുവ, ഉഴുന്ന് പരിപ്പ്, പിന്നെ കായം, കരിവേപ്പില, കുരുമുളക് എല്ലാം കൂട്ടിയിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് മുളകിൽ കുത്തിയിട്ട് കുറേ കാട്ടിന് പുളി കൂട്ടൂലേ? ഇത് പുളി കൂട്ടിയില്ല, പുളി മറന്നു. പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ആരൊക്കെ സാദീന്റെ ചിക്കൻ പ്ലേറ്റ് എടുത്തോ. അവിടെ കുട്ടികളാ. ഇതിന്റെ രസം വേറെ അല്ലേ? ഇതിന്റെ രസം അതാണ് ഇങ്ങോട്ട് കാണിക്ക് പോകുന്നത്. അത് അവിടെ ആകുമ്പോ കുറച്ചാൾ ഇരിക്കുക, കുറച്ചാൾ നോക്കിയൊക്കെ വേണ്ടേ. അതാകുമ്പോ ഒന്നും അറിയണ്ട. ചോറൊക്കെ മുന്നിൽ കൊണ്ടുവച്ചാൽ ആവശ്യത്തിന് കോരിട്ടിട്ട് എല്ലാവർക്കും ഇരുന്ന് തിന്നാം. പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രിക്കും ചോറുണ്ട്. ഇതന്നെ ഉണ്ട്. ചിക്കൻ നമുക്ക് സർപ്രൈസ് ആക്കി വെക്കാം. സർപ്രൈസ് അല്ല, സർപ്രൈസ്. ആ എന്നാലും സാ പറഞ്ഞോ. ചോറില് കഴിഞ്ഞു. ബിരിയാണി കുറച്ചൊക്കെ നല്ലതാണ് അല്ലേ? കുറച്ചൊക്കെ നല്ലതാണ് കേട്ടോ ബിരിയാണിയിലൊക്കെ. കുറച്ചൊക്കെ പാളി, കുറച്ചൊക്കെ കൂടുതൽ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഒരു മീഡിയം നന്നായിട്ടുണ്ട് അല്ലേ? ഒരു മീഡിയം രാത്രി അടിപൊളിയാക്കി. അടുക്കളയിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റൂലേ, നിറച്ച് ഇതാവും. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. പക്ഷെ വെയില് മാറിയിട്ടപ്പോ പാറുള്ളില്ല തോന്നുന്നുണ്ട്. പൂച്ചക്കൊക്കെ നല്ലോണം തിന്നാൻ കിട്ടുന്ന ദിവസമാണ്. ഇന്നലെ ഒന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ ചിക്കൻ്റെ ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് എല്ലാരും അവിടെ. അമ്മ ചേർപ്പെട്ട നോക്കിയേ. ഞാൻ അങ്ങോട്ട് ചീത്ത അറിയാം. അങ്ങോട്ടും അറിയുന്നില്ല. കിട്ടുന്നതൊക്കെ വിദ്യല്ലേ. പാറുവിന്റെ പോലെ ധനിമോളെ കളിക്കാൻ കിട്ടി. കുറച്ചേരം കിട്ടിയിട്ടുള്ളേ. വന്നപ്പോ അവൾക്ക് നമ്മളൊക്കെ പെട്ടെന്ന് കാണുമ്പോ ഉണ്ടാവില്ലേ ഒരിത്. അങ്ങനെ കേട്ടോ കുട്ടിക്ക് എല്ലാരും കാണല്ലോ, എല്ലാരും കൈയിട്ടോ പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് പ്രാന്തായിരുന്നു. ഇപ്പൊ എല്ലാരും കുറച്ചൊക്കെ നല്ല സ്വഭാവം വന്നിട്ടുണ്ട്. അപ്പൊ കളിപ്പിച്ചിട്ടില്ലെന്നാ പറയണേ. ചോറിട്ടാണ് കയറി പോച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടേ കുട്ടികടുത്ത് ഞാൻ എന്തേ നോക്കട്ടെ. അപ്പൊ നാളെ കാണാം.
പിന്നെ നാളെ കാണാം കേട്ടോ. എനിക്ക് ഇനി ചേച്ചിമാരൊക്കെ പറഞ്ഞേക്കണം. രണ്ടാക്കൊന്ന് പോകണമെന്നാ പറയണേ. ഒക്കെ ചുറ്റുപാടുള്ള ആൾക്കാരാണ്. രാത്രി ചോറ് എടുത്തിട്ട് വിടാം. ഒരാൾ കുറച്ചും പോകും, വലുത് ചോറിട്ട് പോകാനൊക്കെ പറയുന്നത്. നോക്കട്ടെ എന്താ മട്ടൻ പോലെയാണ്. അപ്പം നാളെ കാണാം കേട്ടോ. അല്ലേ?